ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു 4-5 പടം ചെയ്തു. ഇനിയിപ്പോ ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തന്നെ പറയാനൊരു മടി. ഡിഗ്രി അത് മതി. ഇനി ഒരു ഏലിയനും കൂടി ആയാ കൊള്ളാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഞാൻ അങ്ങനെയൊക്കെ ജീവിക്കാറുണ്ട്, ഏലിയനായിട്ടൊക്കെ. ഹായ് എവരിവൺ, വെൽക്കം ടു ബോഹോ മീഡിയ. മിമിക്രി കലാകുടുംബത്തിൽ നിന്ന് പലതരം അല്ലെങ്കിൽ ഒരുപാട് കലാകാരന്മാർ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മളോടുള്ളതും അങ്ങനെ ഒരു താരമാണ്. എസ്പെഷ്യലി കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് സൂരജ് തേലക്കാട്. കറക്റ്റായിട്ട് ഞാൻ പേര് പറഞ്ഞു. ഫസ്റ്റത്തെ സെഗ്മെന്റ് കഴിഞ്ഞു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും? ഇനിയിപ്പോ ആയിട്ട് വേണം. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു 4-5 പടം ചെയ്തു. ഇനിയിപ്പോ ആവുന്നേ ഉള്ളൂ. 1-2 സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഓട്ടത്തിലാണ്. സൂരജ് ബേസിക്കലി എവിടുന്നാണ്? നാട് മലപ്പുറം, പെരിന്തൽമണ്ണ. വീട്ടില് ആരൊക്കെയുണ്ട്? അച്ഛനമ്മ, ചേച്ചി. ചേച്ചി PSC ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂരജ് ഡിഗ്രി PG കംപ്ലീറ്റ് ആണ്. ഡിഗ്രി PG കംപ്ലീറ്റ് ആണ്. ഒഴുക്കപ്പെട്ടില്ല. അല്ല, ഡിഗ്രി വരെ ഞാനിങ്ങനെ ഡിഗ്രി സമയം മുതൽ കുറച്ചുകൂടി വർക്കിലേക്കൊക്കെ കുറച്ചുകൂടി തിരക്കായി തുടങ്ങി. അപ്പോ പിന്നെ ഞാൻ PG ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പൊ പിന്നെ അത് കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് തന്നെ പറയാനൊരു മടി. ഡിഗ്രി അത് മതി. അല്ല, PG ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലുണ്ട്, വീട്ടിലുണ്ട്. സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ കലയോട് അല്ലെങ്കിൽ മിമിക്രിയോട് ഒരു പ്രിയം തുടങ്ങിയത് എന്നുകൊണ്ടല്ലാണ്? സത്യം പറഞ്ഞാൽ സിനിമയാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. സിനിമയായിരുന്നു. അപ്പോൾ എങ്ങനെ അതിലേക്ക് വരും എന്നാലോചിച്ചപ്പോൾ മണിച്ചേട്ടൻ, ദിലീപേട്ടൻ, ജയറാമേട്ടൻ മിമിക്രി വന്ന്. അപ്പം അച്ഛനും തന്നെ നാട്ടിൽ മിമിക്രി ആർട്ടിസ്റ്റാണ്. ചെറിയ രീതിയിലൊക്കെ മിമിക്രി പരിപാടികളൊക്കെ ചെയ്യും, നാടകം ചെയ്യുമായിരുന്നു അച്ഛൻ. അവിടെ നാട്ടിലുള്ള തട്ടിക്കൂട്ടി പരിപാടിയില്ലേ. അങ്ങനെ ഞാനും മിമിക്രിയിലേക്ക് എനിക്കും ചെറിയൊരു അങ്ങനെ വന്ന് അങ്ങനെ ചെയ്തു തുടങ്ങിയ. നമ്മള് സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ആയിരുന്നു തുടക്കം. സ്റ്റേറ്റ് കലോത്സവത്തിൽ വിന്നറൊക്കെ ആയിരുന്നു. സെക്കൻഡ് പ്രൈസ് ആയിരുന്നു കേട്ടോ, ഫസ്റ്റ് പ്രൈസ് അല്ല. സെക്കൻഡ് പ്രൈസ്. പ്രൈസിൽ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് കിട്ടിയോ? അതല്ലേ. ഈ കല, അതായത് നമ്മൾ മിമിക്രി അവതരിപ്പിക്കുന്ന സമയത്ത് അനുകരണമുണ്ടല്ലോ, അത് അതായത് ആർട്ടിസ്റ്റുകളുടെ ആയിരുന്നോ അതോ? ഇല്ല, ഞാൻ ആ സമയത്ത് എൻ്റെ സൗണ്ട് ഞാൻ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നില്ല. 1-2 പേരെ ഉള്ളൂ. നമ്മുടെ സാജൻ ചേട്ടല്ലേ, സാജൻ സാഗര, അത്ഭുതത്തിലെ പുള്ളിയുടെ വോയിസ് ഒക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ആർട്ടിസ്റ്റ് വോയിസ്. പിന്നെ സാധാരണ നാച്ചുറൽ വോയിസ്, കുട്ടി, പട്ടി, ജനറേറ്റർ, വെടിക്കെട്ട്, അങ്ങനെ 5 മിനിറ്റിൽ നമ്മളൊരു 22 ഐറ്റം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റിൽ ഒരു സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ട്, ചെറിയൊരു സ്ക്രിപ്റ്റാണ് അത് ബേസ് ചെയ്ത് നമ്മൾ 5 മിനിറ്റിനുള്ളിൽ 22 ഐറ്റം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതെ. അതുകൊണ്ട് അത് കംപ്ലീറ്റ്. അതെ. ഈ ഒരു സ്റ്റേജിൽ നിന്ന്, സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്ന് ഒരു മിനി സ്ക്രീനിലേക്കുള്ള ഒരു എൻട്രി അതെങ്ങനായിരുന്നു? സത്യം പറഞ്ഞാൽ ഇത് ഈ മിമിക്രി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അവിടെ നാട്ടിൽ ഒരു ട്യൂഷൻ സെന്ററിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോയതാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ് 8, 9, 10 സിലബസിലുള്ള പരിപാടികൾ മൊത്തം കോർഡിനേറ്റ് ചെയ്ത് ഒരു എക്സാം. അപ്പം അതിന് വേണ്ടിയിട്ട് ട്യൂഷൻ സെന്ററിൽ പോയത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷഹനീർ ബാബു എന്ന് പറഞ്ഞാൽ, ബാബു സാർ എന്ന് ഞാൻ വിളിക്കുന്ന പുള്ളി സ്കിറ്റൊക്കെ ചെയ്യുന്ന, കോമഡി സ്കിറ്റൊക്കെ ചെയ്യുന്ന. അപ്പോൾ എന്നോട് ചോദിച്ചു, അവിടെ നാട്ടിൽ പ്രോഗ്രാം ഉണ്ട്, മണ്ണാർക്കാട് കലാസദൻ എന്ന് പറഞ്ഞൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടു ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുമ്പുറത്ത് ഉള്ള ടീം. അപ്പോൾ എന്നോട് പ്രോഗ്രാം ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതുവരെ മത്സരങ്ങൾക്കും അതേപോലെ സ്റ്റേജിൽ സിംഗിളായിട്ട് പെർഫോം ചെയ്തതാണ്. അങ്ങനെ സ്കിറ്റ് ആദ്യമായിട്ട് 7ാം ക്ലാസ് മുതലാണ് ചെയ്തു തുടങ്ങിയത് ഇവരുടെ കൂടെ. അങ്ങനെ സ്കിറ്റ് ചെയ്ത് ഇവര് +1 +2 ആ സമയത്താണ് ഞാൻ കലോത്സവത്തിൽ അറ്റൻഡ് ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ പോയി. അപ്പോൾ ചെറിയ ഫ്ലക്സും പരിപാടിയൊക്കെ നാട്ടിൽ സ്റ്റാറായി. അവര് നല്ല സപ്പോർട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഉണ്ട് അത്. അപ്പോൾ സ്കൂളിലും അതൊക്കെ നമ്മൾ ആ ഒരു പേരിൽ പോകാൻ തുടങ്ങി.
കലോത്സവം വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓ ആ ടൈറ്റിൽ ആ ടൈറ്റിൽ സമയത്ത് അങ്ങനെ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത് ആ സമയത്ത് ഭയങ്കര കോമൺ ആയിരുന്നു. അതെ അതെ, ആ സമയത്ത് ഇതിനുള്ള വഴി അത് തന്നെ ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി സോഷ്യൽ മീഡിയ ആക്റ്റീവ് പരിപാടിയാണല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് അവിടെ കൊല്ലത്തുള്ള ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് നമ്മളെ സ്കിറ്റ് പെർഫോമൻസ് കണ്ടിട്ട് അവരൊരു വീഡിയോ എടുത്ത് മനോരമയിലേക്ക് അയക്കല്ല, പുള്ളി പെർഫോം ചെയ്യുന്നുണ്ട് അവിടെ. അങ്ങനെയാണ് ആ പ്രോഗ്രാമിൽ വരുന്നത്, കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം. അതെ, സിദ്ദിഖ് സാറ്, ലാൽ സാറ്, പക്രുശേട്ടൻ ഒക്കെ ജഡ്ജസ് ആയിരുന്നു. പെർഫോം ചെയ്യാൻ പറ്റുക ഭയങ്കര ഭാഗ്യമില്ല. അവരൊക്കെ ആ ഒരു സ്റ്റേജിൽ നിന്ന് വന്ന വ്യക്തികളാണ്. അതെ അതെ. അപ്പൊ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ ആഗ്രഹിച്ച, ഇപ്പൊ ഞാൻ തിരിഞ്ഞ് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ട്രാക്കിലേക്ക് നമ്മൾ വന്നു. ഇനി ഇവിടെ സർവൈവ് ചെയ്യണം എന്നുള്ളതാണ് രാജേട്ടൻ പറഞ്ഞ മാതിരി. ഇവിടെ എത്തിപ്പെട്ടു, ഇനി ഇവിടെ സർവൈവ് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ സിദ്ദിഖ് സാറിൻ്റെ ഒക്കെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് സിദ്ദിഖ് സാർ തന്നെ ഡയറക്റ്റ് ചെയ്ത ഒരു, അതായത് സിദ്ദിഖ് സാറിന്റെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു മണിച്ചേട്ടന്റെ കൂടെ, ഒരു പ്രാവ് പറന്നു വരുന്നല്ലോ. അതെ അതെ, ഫോട്ടോ. ആ വീഡിയോ അത്യാവശ്യം വൈറലായി ആ ഒരു സമയത്ത്. ഇപ്പോഴും എന്നോട് പറയലുണ്ട് ആ വീഡിയോനെ പറ്റിയിട്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മുടെ ഡ്രീം കം ട്രൂ മൊമെന്റ് വന്നത്. ചാർലിയിലേക്ക് മാർട്ടിൻ സാറ്, ഉണ്ണി സാറൊക്കെ വിളിച്ചത് അത് കണ്ടിട്ടാണ്. അത് കണ്ടിട്ടാണ്. അപ്പൊ അതില് എന്റെ അച്ഛനെ, പ്രായം എനിക്ക് 17-18 വയസ്സ് റേഞ്ച് ആയിരുന്നു, +2. ഡിഗ്രി പഠിക്കുമ്പോ 2015 ചാർലി സിനിമ ഉണ്ടായത്. ഏകദേശം 10 വർഷം ആവാൻ പോകുന്നു. ഈ അത്ഭുത ദ്വീപിൽ ഒരു കൂട്ടം ഈ പറഞ്ഞ പൊക്കം കുറഞ്ഞ ആൾക്കാരുടെ, താരങ്ങളുടെ ഒരു സംഗമമാണെന്നല്ലോ. അപ്പൊ അതുപോലുള്ള കാസ്റ്റിംഗ് വരുന്ന സമയത്ത് എന്തായിരിക്കും സൂരജിന്റെ മനസ്സിനുണ്ടാവുന്ന ഒരു ഫീൽ? എങ്ങനെ ആയിരിക്കും അത് കണ്ടിട്ട് വിളിക്കുന്നതാണെന്ന് പറയുമ്പോഴത്തേക്ക്? സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ആ ഒരു സമയത്ത് ഒരു നാട്ടില് 1-2 പേര് ഒക്കെയാണ് ഇങ്ങനെ പൊക്കം കുറഞ്ഞവര് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ല. അപ്പൊ നമുക്ക് ഈ ഒരു പടം കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്രയും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് കേരള സമൂഹത്തിന് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതെന്റെ പോയിന്റ് ഓഫ് വ്യൂ. അതെ അതെ, അതാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ നമുക്ക് ഗ്രൂപ്പ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇനി അത്ഭുത ദ്വീപ് 2 വരുന്നുണ്ട്. അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊക്കെ നടക്കട്ടെ. അപ്പോ നമ്മളും അതിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അത് റൈറ്റ് ചെയ്യുന്നത്. അതിൽ വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മറക്കരുത്. അതെ അതെ. അപ്പോൾ വിനയൻ സാറിന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതാണ് നമ്മളെ, ഞാൻ കുറേ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്. അതായത് ഇങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ നമുക്കും കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു ഇതായി അത് ആ സിനിമ കാരണം. ഇതുപോലുള്ള ആളുകൾക്ക് കുറെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണല്ലോ ആ പടം ചെയ്തത്. അപ്പം അത് വലിയൊരു, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ 2 വരുന്നുണ്ടല്ലോ, അത്ഭുത ദ്വീപ് 2 വരുന്നുണ്ട്. ഒരു ഹോപ്പാണ്, നടക്കട്ടെ. ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരവ് അതെങ്ങനെ സംഭവിച്ചു? അത് ഇതന്നെ, നമ്മുടെ മണിച്ചേട്ടൻ്റെ ആ വീഡിയോ അത്യാവശ്യം വൈറലായി. അപ്പൊ അത് കണ്ടിട്ട് അതിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന വിനോദേട്ടൻ മാർട്ടിൻ സാറിന്റെ ഒക്കെ പടത്തിലുണ്ടായിരുന്നു. അപ്പൊ അവരോട് എന്നെ പറ്റി ചോദിച്ച്, പുള്ളിക്കാരനിൽ നിന്നാണ് വന്നേക്കുന്നത്. അതായത് ഇവര് ചോദിച്ചു, ഉണ്ണിച്ചേട്ടനാണല്ലോ റൈറ്റർ. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ചോദിച്ചു അവനെ വിളിച്ചാൽ വരുമെന്ന് ചോദിച്ചു. ആ നമ്പറൊക്കെ കൊടുത്ത് അങ്ങനെ വിളിച്ചപ്പോൾ എനിക്കത് എന്താ വെച്ചാൽ ഒരു 6-7 പടത്തിൻ്റെ ഓഡീഷൻ കഴിയും, പൂജ സെറിമണി ഉണ്ടാവും, ഒരു പടം ഷൂട്ട് ചെയ്ത് പകുതി വരെ നിന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ
നമ്മളും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കും, ഇത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പോഴാണ് ഈ കോള് വരുന്നത്. കോള് വന്ന് ഞാൻ ഓക്കെ, ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങണതിൻ്റെ ഒരു 20 ദിവസം മുന്നേ, 25 ദിവസം മുന്നേ ആണ് വിളിച്ചത്. വിളിച്ചിട്ട് അങ്ങനെ അപ്പോഴും എനിക്ക് അറിയില്ല ചാർലിയാണ്, ചാർലിയാണ് ആരെന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് മാർട്ടിൻ സാർ ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അപ്പോൾ ആ സമയത്ത് കോസ്റ്റ്യൂമിലെ ഒരു ചേട്ടൻ വിളിച്ചു. ഞാൻ കോളേജിൽ നിന്ന് ഇവൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി. അപ്പൊ അന്നത്തെ ദിവസം കോസ്റ്റ്യൂമിലെ ചേട്ടൻ വിളിച്ചിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഏതാ പടം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അന്നൊക്കെ ഭയങ്കര പേടിയാണ്, മറ്റേ നമ്മൾ ഏതാ പടം എന്നൊക്കെ ചോദിച്ചാൽ പടം കയ്യിൽ നിന്ന് മിസ്സാവും എന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നേ. അങ്ങനെ പുള്ളി പറഞ്ഞു ചാർലിയാണ് ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവരെ വിളിച്ച് നേരെ അമ്മേനോടും അച്ഛനോടൊന്നും നല്ല പറഞ്ഞു, ഫസ്റ്റ് ഇവരെ വിളിച്ചിട്ടാണ് എടാ അത് ചാർലിയാണ്, നീ പറഞ്ഞ പരിപാടി തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ ചാർലിയുടെ സിനിമ ലൊക്കേഷൻസ് എന്നിട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസും ഡിക്യുവിന്റെ കൂടെ ഉള്ള ഇല്ല, കുഞ്ഞിക്കാനെ ഡിക്യുനെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഡിക്യുവിന്റെ കൂടെയുള്ള അഭിനയം അല്ലെങ്കിൽ ഡിക്യുവിനെ കാണാൻ സാധിച്ചിട്ടുണ്ടല്ലേ? ഇല്ല, എനിക്ക് പാർവതി ചേച്ചിയായിട്ടാണ് കോമ്പിനേഷൻ. അല്ല, ഒറ്റ സീന് ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയി കണ്ടു. ഞാൻ കാണാതെ പോകില്ലല്ലേ? അതെ. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒരു നല്ല എക്സ്പീരിയൻസ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് 2-3 സിനിമകളിലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഉദാഹരണം സുജാത അവരുടെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്തു. സിനിമയിലേക്ക് നമ്മളിപ്പം ഒരു പോകുമ്പോഴത്തേ ഈ അവസരം ചോദിച്ച ഒരുപാട് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, എല്ലാവരും പറയാറുണ്ട്. ഇപ്പം ഒരുപാട് പഴയ ആർട്ടിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആവട്ടെ പലരും പറയാറുണ്ട്, ഞാൻ അവിടെ ചോദിച്ചിരുന്നു, ഞാൻ ഇവിടെ ചോദിച്ചിരുന്നു എന്ന്. അങ്ങനെ അവസരങ്ങൾ ചോദിച്ച് ഒരുപാട് നടന്നിട്ടുണ്ടോ? ഒരുപാട് നടക്കാൻ ഞാൻ നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. അപ്പം ഞാൻ എന്നോട് പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞു, നീ ചോദിക്കണം കാണുന്നിടത്തൊക്കെ, നീ നിന്റെ ശൈലിയിൽ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറയും, അവർ ഓക്കെ എന്ന് പറയും. അത് പിന്നെ വിട്ടു. ഞാനിത് എനിക്ക് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര പേടി ഇപ്പോഴും ഉള്ള ഒരു ഇതാണ്. അതായത് ഇവരെ വിളിച്ച തിരക്കിലാവോ അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇപ്പോഴാണ് അതൊക്കെ മാറി ഞാൻ വിളിക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ അവരെന്ത് കരുതിയാലും കുഴപ്പമില്ല, എനിക്ക് പടം വേണം, ഞാൻ വിളിക്കും എന്നുള്ള മൂഡിലേക്ക് ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഇപ്പോഴാണ് പിന്നെ ഒന്നുകൂടി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനും അതൊക്കെ സെറ്റായത്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ കാറിന്റെ ലൈസൻസ് എടുക്കുന്നത് ഭയങ്കര വൈറൽ സംഭവമായിരുന്നു അല്ലേ? ഞെട്ടിക്കണ കാര്യമാണല്ലോ ചോദിക്കുന്നത്. മറ്റൊന്നും ഞാൻ കണ്ടായിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെയാണ് പറയണേ. എന്തോ ഒരു സംഭവമല്ല, അതായത് കാറിന്റെ സീറ്റിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് ഡ്രൈവിംഗ്? സാധാരണ എല്ലാരും പോലും ഉണ്ട്, എന്തോ ഒരു കമന്റ് പറയുകയും ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അല്ല, അതന്നെയാണ് അതിൽ പറയാനുള്ളത്. സാധാരണ ഓടിക്കുന്ന ആൾക്കാർ ഏതോ വലിയ സംഭവം പോലാണ് അന്ന് അതൊരു വലിയ. അത് നമ്മളെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അഡീഷണൽ ഫിറ്റിങ്സും പരിപാടികളൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനും ഇതിലേക്ക് നമ്മളും അഡീഷണൽ ഫിറ്റിങ്സ് എന്തെങ്കിലും വെക്കേണ്ടിയിരുന്നു എന്നൊക്കെ കരുതിയതാ. പിന്നെ നോക്കുമ്പോൾ 2 കുഷ്യൻ വെച്ചാൽ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ്. സെറ്റാണ്, പൊളി ഡ്രൈവറാണ്. ഞാൻ അത് വിഷ്വല് കാണുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയില് സൂരജിന്റെ ഡ്രൈവിംഗിന്റെ ഒക്കെ വിഷ്വലൊക്കെ നമ്മൾ കണ്ടിട്ടല്ലേ നമ്മൾ പറയണേ. ഇനി ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന കഥാപാത്രം എനിക്ക് കിട്ടിയാൽ, അതായത് ഇപ്പം ഈ കഴിഞ്ഞു പോയ കുറെ കഥാപാത്രങ്ങൾ നമ്മൾ സിനിമകളിൽ കാണുന്നുണ്ടല്ലോ, അപ്പൊ ഈ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ, എനിക്ക് ചെയ്യാൻ പറ്റിയേനെ എന്ന് തോന്നി അങ്ങനെ എന്തെങ്കിലും? അല്ല, എനിക്ക് നല്ല നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പോഴാണ് പിന്നെയും നമ്മൾ ഒരു സമയത്ത് കോമഡിക്ക് വേണ്ടി മാത്രം നമ്മളെ ഉപയോഗിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. അത് മാറി സിനിമയിൽ നമ്മളെ ക്യാരക്ടർ റോളുകൾ ചെയ്തു തുടങ്ങി. അപ്പം അതാണ് നമ്മളെയും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന്. അപ്പോൾ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ എഴുതുന്ന ആൾക്കാരൊക്കെ
നമുക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് എഴുതാന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്കും വേണ്ടത്. നമ്മുടെ ആവശ്യവും അല്ലെങ്കിൽ ആഗ്രഹവും അത് തന്നെയാണ്. അതെ. അപ്പോൾ എന്ത് ക്യാരക്ടറും ഇപ്പം ഇന്നൊരു ക്യാരക്ടർ എന്നില്ല, നമ്മളെ എവിടെയും പ്ലേസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ജേണി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ലൈഫുള്ള പോലെ എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സ് ഉള്ള പോലെ തന്നെ നമുക്കും അങ്ങനെ തന്നെയാണോ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വരിക, അത് സിനിമയിലേക്കും കുറച്ചുകൂടി ക്യാരക്ടേഴ്സ് വരിക എന്നുള്ളതാണ്. വരട്ടെ, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരട്ടെ, ഇഷ്ടംപോലെ വരട്ടെ. അത് ഞാൻ പറയുന്നത് ഇഷ്ടംപോലെ വരട്ടെ, ഇനിയും കഥാപാത്രങ്ങൾ ഒരുപാട് വരട്ടെ. ഈ സിനിമയിൽ അഭിനയം മാത്രമാണോ താല്പര്യം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലകളിൽ കൈകടത്താൻ താല്പര്യമുണ്ടോ? അയ്യോ, തൽക്കാലമില്ല. എനിക്ക് സിനിമയിൽ സർവൈവ് ചെയ്യണം, അതാണ്. ബാക്കി വരുന്ന പോലെ അല്ലേ. അല്ല, ഒരു ഇൻട്രസ്റ്റ് കാണുക. ഇപ്പൊ നമ്മൾ അഭിനയമല്ല, ചിലപ്പോ ചിലർക്ക് പാടാനുള്ള കഴിവ്, അല്ലെങ്കിൽ പാട്ടുകാരനാണ്. എനിക്ക് അഭിനയം തന്നെ വഹിക്കില്ല കറക്റ്റ്. പിന്നല്ലേ നോക്കട്ടെ, നമുക്ക് സമയമുണ്ടല്ലോ. ഞാനിങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. ഞാനൊരു ശിശുവാണല്ലോ അല്ലേ. അതെ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് നല്ലൊരു വിജയവുമായിരുന്നു സംഭവിച്ചത്. അപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലേക്ക് എത്തുന്നതും അതിനുശേഷമുള്ള സൂരജിന്റെ ഒരു ലൈഫും എക്സ്പീരിയൻസ് എന്ന് പറയാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ അത്രയും ദിവസം വർക്ക് ചെയ്യാൻ പറ്റിയതെന്ന് കുറച്ച് എഫേർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് സിനിമയുടെ ഭാഗമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്ത് അതിൽ നമ്മളിട്ട എഫേർട്ടിനൊക്കെ ഫലമുണ്ടായി. പടം നല്ല രീതിയിൽ വർക്കായി. അതിൽ നമുക്കും എനിക്കും കാര്യമുണ്ടായി. കാരണം ആളുകൾ അറിഞ്ഞു, അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോഴും കുട്ടികൾ കാണുമ്പോൾ പാരൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ രീതിയിലാണ്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ കുഞ്ഞപ്പനാണ് എന്ന് പറയുന്നത്. അത് ഭയങ്കര സന്തോഷമാണ് അത്. അപ്പോൾ എനിക്ക് മറ്റേ മുഖം കാണിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. പക്ഷെ എനിക്ക് ഇനി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി കിട്ടുകയാണെങ്കിൽ ഭയങ്കര കൊള്ളാം എന്നുള്ള. ഇനി ചെയ്ത് കഴിഞ്ഞാലും കൊള്ളാം. എനിക്ക് പൊതുവെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചാനലിലും ലുട്ടാപ്പി, കുട്ടാപ്പി, അങ്ങനെ ഭൂതമൊക്കെ ആയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോബോട്ടായി, ഇനി ഒരു ഏലിയനും കൂടി ആയാൽ കൊള്ളാന്നുണ്ട്. ഏലിയൻ വേഷമുള്ള എന്തെങ്കിലും രതീഷേട്ടൻ നമ്മളെ അടുത്തൊരു പരിപാടി പ്ലാൻ ചെയ്തിരുന്നു, ഏലിയൻ അളിയൻ. അപ്പൊ അത് ഒക്കെ ഉണ്ടാവില്ലേ എന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷയിലാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനിയും വരട്ടെ അങ്ങനെയുള്ള. തീർച്ചയായിട്ടും വരട്ടെ. ഈ ഏലിയൻ എന്നുള്ളത് അവരുടെ ഡ്രീം അങ്ങോട്ട് വെച്ചോളൂ. അത് ഏലിയൻ ആയിട്ട് തന്നെ അങ്ങോട്ട് ജീവിച്ചോളൂ. ഞാൻ ഇടയ്ക്ക് ഞാൻ അങ്ങനെയൊക്കെ ജീവിക്കാറുണ്ട് ഏലിയനായിട്ടൊക്കെ. ആണല്ലേ. ചില സാധനങ്ങളൊക്കെ പറഞ്ഞു, ചില സാധനങ്ങൾ ചെയ്ത് പോകുമ്പോ ഞാൻ ഇതെന്ത് ചെയ്യുന്നത്, മനുഷ്യര് ചെയ്യുന്ന പരിപാടിയാണോ, അല്ല ഞാൻ ഏലിയനാണ് തോന്നാറുണ്ട്. ഇല്ലല്ലോ, ഞാൻ ചുമ്മാ അല്ലല്ലോ.